പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഇസ്ലാമിക ലോകം, ഇസ്ലാമിക രാജ്യങ്ങൾ അത് പ്രത്യയശാസ്ത്ര ബാധ്യത കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. പല രാജ്യങ്ങളിലും നാടകീയമായ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ മാസം വളരെ സുപ്രധാനമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. സൗദിയിലെ ക്രൗൺ രാജകുമാരൻ, ക്രൗൺ പ്രിൻസ് MBS മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം അപ്രതീക്ഷിതമായി വളരെ കാൽക്കുലേറ്റഡായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മുസ്ലിം ലോകത്ത് വരുത്തി വയ്ക്കാൻ പോകുന്ന മാറ്റങ്ങൾ, പുകിലുകൾ, ഇതൊന്നും ചില്ലറയല്ല എന്നുള്ളതാണ്. നമുക്ക് ചെറുതായി അങ്ങോട്ടൊന്ന് പരിശോധിക്കാം. ഇത് സൗദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. ഖുർആൻ ഇറങ്ങി എന്ന് അവകാശപ്പെടുന്ന, നബിയുടെ ശവകുടീരം നിലനിൽക്കുന്ന പുണ്യസ്ഥലമായ മെക്കയും മദീനയും, ലോകത്തെ ഏറ്റവും വലിയ 2 പുണ്യകേന്ദ്രങ്ങൾ, അത് സൗദി അറേബ്യയിലാണ്. ഈറ്റില്ല, അതിൻ്റെ ഈറ്റില്ലത്തിൽ തന്നെ മാറ്റങ്ങളുടെ കൊടിക്കൂറ ഉയർന്നു പൊങ്ങി പാറിക്കളിക്കുന്ന ഒരവസ്ഥ പുറമേ നിന്ന് നോക്കുന്ന നമുക്ക് സന്തോഷവും ഒപ്പം ആശ്ചര്യവും നൽകുന്നു എന്നുള്ളത്. അദ്ദേഹം ലീവാൻ അൽ മുദൈഫ എന്ന അൽ അറേബ്യ എന്ന ദേശീയ ചാനൽ, സൗദി അറേബ്യയുടെ ദേശീയ ചാനൽ, അതിൽ അബ്ദുല്ല മുദൈഫ എന്ന പ്രശസ്തനായ ഇൻ്റർവ്യൂവർക്ക് നൽകിയ അഭിമുഖത്തിൽ വളരെ പ്രധാനമായ, നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം 3 കാര്യങ്ങളിൽ ഊന്നിയാണ് ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ തന്നെയും അതിൻ്റെ അവസാന ഭാഗത്ത് ഏകദേശം 38 മിനിറ്റോളം വരുന്ന, നിങ്ങൾക്ക് അൽ അറേബ്യ ചാനലിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിലോടുകൂടി അത് ലഭ്യമാണ്. ഹദീസ്, ഖുർആൻ, തീവ്രവാദം, ഇതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം ഇന്നെത്തി നിൽക്കുന്ന ആഴത്തിലുള്ള പ്രതിസന്ധിയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വെളിവാക്കുന്ന പറച്ചിലുകളാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഒരു അഭിനവ യുവ നേതാവ് എന്ന നിലയ്ക്ക് ഇതുവരെ സൗദി ഗവൺമെൻറ് തുടർന്നു വന്ന നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാമിനെ മുഖ്യധാരയിലേക്ക്, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസുമായി ഒത്തുപോകത്തക്ക രീതിയിൽ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന നല്ല പദ്ധതികൾ. അദ്ദേഹം വന്നിട്ടാണ് സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാനുള്ള അവകാശമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ, അദ്ദേഹത്തിന് വരാൻ പോകുന്ന ഭരണകാലയളവിൽ നാടകീയമായ ഒരുപാട് മാറ്റങ്ങൾ, ഇതുപോലെ ഉപകാരപ്രദമായ മാറ്റങ്ങൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ പലതും അഖില ലോക ഇസ്ലാമിനെ ശക്തിയുക്തം പ്രതിരോധത്തിൽ ആക്കുന്നതാണ്. അദ്ദേഹം ഹദീസുകളെ തള്ളിപ്പറയുന്നു, വഹാബിസത്തെ ചവറ്റുകുട്ടയിൽ എറിയുന്നു. വ്യക്തമായി അദ്ദേഹം പറയുന്നു. നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാവും. ഖുർആൻ മാത്രമാണ്, ഖുർആൻ എലോൺ. ഇത് പറഞ്ഞതിന് ഒരു മലയാളിയായ ഒരുത്തനുണ്ടായിരുന്നു. അവനെ ചെരുപ്പ് മാത്രം അവശേഷിപ്പിച്ചിട്ട് കൊന്നുകളഞ്ഞ ഈ മലയാളക്കരയിൽ നിന്ന് ഈ വർത്തമാനം കേൾക്കുമ്പോൾ സന്തോഷവും അഭിമാനവും ഒപ്പം അതിശയവും തോന്നുന്നുവെന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. മുഹമ്മദ് നബി പറഞ്ഞതും പ്രവർത്തിച്ചതുമാണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത രീതിയൊക്കെ വളരെ വിവാദപരമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അങ്ങോട്ട് തൽക്കാലം പോകണം. അദ്ദേഹം ഒരു ഡിലമ്മയിലാണ്. അതായത് സൗദിയെ നവയുഗത്തിലേക്ക് നയിക്കണമെങ്കിൽ അവിടെ നിലനിൽക്കുന്ന പല സംഹിതകളെയും തത്വങ്ങളെയും നിയമങ്ങളെയും മാറ്റിമറിച്ചേ പറ്റും. സൗദിയുടെ ഭരണഘടന ഖുർആനാണ്. അസ്ഥിതിക്ക് ഹദീസുകളെ മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു അടവ് നയം എന്ന നിലയ്ക്ക്
ഇസ്ലാമിസ്റ്റുകളെ വിരളി പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ എന്ന ഒരു ഏക സ്തംഭത്തിൽ കൊണ്ട് ഈ രാജ്യത്തെ കെട്ടി ബാക്കിയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു ശ്രമം അതിലുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഡിലമ്മയിലാണ് എന്ന് പറയാതിരിക്കാനൊക്കില്ല. ഇനി അദ്ദേഹം തള്ളിപ്പറഞ്ഞ രണ്ടു കാര്യങ്ങളെ നമുക്ക് ചെറുതായി ഒന്ന് വിശകലനം ചെയ്യണ്ടേ. ഒന്ന് ഹദീസ്, രണ്ട് വഹാബിസം. ഇതിൽ ഹദീദ് പല തരത്തിലുണ്ട്: സഹീഹ്, ഹസൻ, ളായിഫ്, മൗദ്. ഇതിൽ സഹീഹ് എന്ന് പറഞ്ഞത് ഓർമ്മയുള്ള ആളുകൾ, ഓർമ്മശക്തി മങ്ങാത്ത ആളുകൾ പറഞ്ഞ് പലരാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പറഞ്ഞു വന്ന ചങ്ങലയുള്ള ഓർമ്മയുള്ള ഹദീസുകളാണ് സഹീഹ് എന്ന് പറയുന്നത്. ബുഖാരി, മുസ്ലിം തുടങ്ങിയവ സഹീഹ് ഹദീസുകൾ ഉൾപ്പെടുന്നു. ഹസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങല ഒരാൾ പറഞ്ഞ് ബാക്കിയുള്ളവർ കേട്ട് പറഞ്ഞതാണ്. പലരും പറഞ്ഞിട്ടില്ല, പലരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനെയാണ് ഹസൻ എന്ന് പറയുന്നത്. ദായിഫ് എന്ന് പറയുമ്പോൾ അതിൽ പോരായ്മകൾ പലവിധമുണ്ട്. മുസ്ലിം ലോകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ ഹദീസുകളെക്കുറിച്ച് പറയുന്നത്. മൗദു എന്ന് പറയുമ്പോൾ ഫാബ്രിക്കേറ്റഡ്, റോങ്ലി അസ്ക്രൈബ്ഡ്. അതുകൊണ്ട് അദ്ദേഹം സഹീഹായ ഹദീസുകളെ മുഖവിലക്കെടുക്കാൻ നിബന്ധന വയ്ക്കുന്നു. എത്രമാത്രം സഹീഹായാലും ശരി, അത് ബുഹാരിയോ മുസ്ലിമോ ആര് പറഞ്ഞാലും ശരി, അത് ഖുർആനുമായി ഒത്തുപോകുന്നു എങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയുന്നതിലൂടെ ഈ സഹീഹ് ഹദീസ് മുതവക്കിർ എന്ന് പറയും. മുതവക്കിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരും റിപ്പോർട്ട് ചെയ്ത് പലരാലും കേട്ടുകാഴ്ചയാണല്ലോ ഇത്. അന്നത്തെ സമ്പ്രദായങ്ങളുടെ പോരായ്മ കൊണ്ട് കേട്ടുകേൾവി മാത്രമാണ് ആകെ പോംവഴി മനഃപ്പാഠം എന്ന നിലയ്ക്ക് ഈ മുതവക്കിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരാലും റിപ്പോർട്ട് ചെയ്തിട്ട് പലരാലും കേട്ട് താഴേക്ക് വന്ന ഹദീസുകളാണ് ഓർമ്മയുള്ള വിശ്വസ്തരായ ആളുകൾ പറഞ്ഞു തന്നെയാണ് മുതവക്കീർ എന്ന് പറയുന്നത്. സഹീഹ് ഹദീസുകൾ മുതവക്കിറാണ്. ഈ മുതവക്കിർ ഹദീസുകളെ പോലും അദ്ദേഹം തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കെമാൽ അബ്ദുൽ റഹ്മാനി എന്ന ഒരു പണ്ഡിതൻ, അതായത് ഹദീസ് പണ്ഡിതനാണ്, അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് 90% ഹദീദുകളെയും തള്ളിക്കളയേണ്ടി വരും. അപ്പൊ 90% ബാധ്യതകളിൽ നിന്ന്, അധിക ബാധ്യതകളിൽ നിന്ന്, വിമർശനങ്ങളിൽ നിന്ന് മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന സ്റ്റോപ്പ് മെമ്മോ നൽകുന്നവയെ എടുത്തു മാറ്റുകയാണ്. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, അതേസമയം തന്നെ അതിനകത്തുള്ള ഫണ്ടമെന്റലിസ്റ്റുകളെ പിണക്കാതെ, അവർക്കൊരക്ഷരം ഉരിയാടാനൊക്കാതെ, അവിടുത്തെ ഏറ്റവും വലിയ പള്ളിയിലെ ഇമാം, മെക്കയിലെ ഇമാം ഇതിനെ പിന്തുണച്ചു കഴിഞ്ഞു. മാത്രമല്ല ജനങ്ങൾ പലരും ട്വീറ്റ് ചെയ്യുകയാണ്. പല രീതിയിലും പ്രിൻസ് രാജകുമാരന്, MBS മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുന്ന മഹനീയമായ കാഴ്ച. ഇതാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നതും പറയുന്നത്. ഒരു മതം 100% ഉപേക്ഷിക്കാനോ തള്ളിക്കളയാനോ ആളുകൾക്കാവില്ലെങ്കിൽ നിലനിൽക്കുന്ന മതത്തിനകത്ത് സ്വാംശീകരിക്കാവുന്ന നല്ലതിനെ മാത്രം പലതുമുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും മൊത്തത്തിൽ വളരെ ലഘുവായ രീതിയിൽ കുഴപ്പങ്ങളുണ്ട്. അവയെ സ്വാംശീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് സംഭവിച്ച വികസനം, മാറ്റം, ഇതൊക്കെ ഇസ്ലാമിലും ബാധിക്കും. ഇത് ഇന്നുവരെ ഒരു വാട്ടർ കമ്പാർട്ട്മെന്റ് ആയിരുന്നെങ്കിൽ now there was a wall fitted there to സൗകര്യത്തിന് തുറക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അദ്ദേഹം ഖുർആനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നത്. ഈ ഖുർആനിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. കേരളത്തിൽ നമ്മൾ കണ്ടതാണ് ഖുർആനിസം. അതിൻ്റെ പ്രോക്താക്കളെ ഖുർആനിസ്റ്റുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അവർ സഹാബ, ഇജ്മ, ഈ ഇജ്മ എന്ന് പറഞ്ഞാൽ പണ്ഡിതർ ഏകീകരിച്ച
ഏകീകരണമുള്ള വിഷയം. അത് കഴിഞ്ഞ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന് നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ മറ്റു പല തീരുമാനങ്ങളിൽ നിന്നെടുക്കുന്ന തീരുമാനമെന്ന നിലയ്ക്ക് ഇത് മൂന്നിനെയും ഈ ഖുറാനിസ്റ്റുകൾ തള്ളിക്കളയുന്നതാണ്. അതായത് ഷിയ സുന്നി വിഭാഗങ്ങളുടെ വിശ്വാസത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഖുർആനെ മാത്രം വെരി ഗുഡ് അത്രത്തോളം പുരോഗമനം എന്നുള്ളതാണ്. തമാശ എന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ ഖുറാനിസ്റ്റുകൾക്ക് മരണശിക്ഷയുണ്ട്. ഈ അടുത്ത കാലത്ത് 1979 എന്നാണ് എൻ്റെ ഓർമ്മ, ഹസൻ ആൻഡ് മാലിക്കി എന്ന ഖുർആനിസ്റ്റിനെ അവിടെ വധശിക്ഷയ്ക്കു വിധേയമാക്കിയെങ്കിൽ ഇപ്പോൾ പ്രിൻസ് MBS മുഹമ്മദ് ബിൻ സൽമാൻ ആ പടവിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. പുകിലുകൾ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കണം. ഇനി ഇത് അദ്ദേഹം ഖുർആനിലേക്ക് പോകുമ്പോൾ അവിടെയും ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അതായത് ഈ സ്റ്റെപ്പിനെ നമ്മൾ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു, സന്തോഷത്തോട് കാണുമ്പോൾ തന്നെ ഖുർആൻ എന്ന് മാത്രം പറയുന്ന ഖുർആനിസ്റ്റുകളെയും നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാതെ പോകാൻ ഒക്കില്ലല്ലോ. അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, 2:24. അതായത് അതിൻ്റെ രത്ന ചുരുക്കം, ഒരു വ്യഭിചാരിയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്ക് 100 അടി കൊടുക്കുക എന്നുള്ളതാണ്. 2:24 വ്യഭിചാരിയും ഇവരിൽ ഓരോരുത്തരുടെയും 100 വീതം അടിക്കുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അവരോടുള്ള ദാക്ഷിണ്യം നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ അവരെ ശിക്ഷിക്കുമ്പോൾ ഒരു പറ്റം സത്യവിശ്വാസികൾ ദൃക്സാക്ഷികളായി ഉണ്ടായിരിക്കേണ്ടതാണ്. വളരെ പ്രാകൃതമായ, ആധുനിക ലോകം ഒരിക്കലും ഉൾക്കൊള്ളാത്ത, മാനവ പുരോഗതിക്ക് അങ്ങേയറ്റം തടസ്സമായ ഒരു കിരാത കാടൻ നിയമമാണ് ഖുർആൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നെങ്കിൽ ഇദ്ദേഹം ഇതിനെ ഉദാഹരിക്കുന്നുണ്ട്. അതാണ് വളരെ രസമായ കാര്യം കേട്ടോ. അദ്ദേഹം റിസർച്ച് ചെയ്താണ്, മനസ്സിലാക്കി തന്നെ ഇതിങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന പുകിലുകളെ തടഞ്ഞുകൊണ്ട് പരിചയിച്ച് അദ്ദേഹം പറയുന്നത്, നബിയോട് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നെ നിങ്ങൾ ശിക്ഷിക്കണം. അത് അന്നത്തെ ശിക്ഷാ സമ്പ്രദായം നബിയുടെ കാലഘട്ടത്തിൽ കല്ലെറിഞ്ഞു കൊന്നിരുന്നു എന്നുള്ളതാണ്. ഇത് ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ടോ എങ്കിൽ തന്നെയും കല്ലെറിഞ്ഞു കൊന്നിരുന്നു. ഉമറിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഉമർ പറഞ്ഞത്, നബി നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊന്നിരുന്നു. ഇപ്പോൾ ഖുർആനിലില്ല. ഇത് ആളുകൾക്ക്, ഭാവി തലമുറയ്ക്ക് സംശയവും ആശങ്കയും ഉണ്ടാക്കുന്നത് കൊണ്ട് അത് സഹീഹായ ഹദീസുകൾ ഉൾപ്പെടുത്തത്തക്ക രീതിയിലാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വർത്തമാനം പറഞ്ഞു. പക്ഷേ ഈ 2:24 മുസ്ലിങ്ങൾക്ക് തലവേദനയുണ്ടാക്കുന്ന ഒരു വാചകം തന്നെയാണ്. ഈ മരണശിക്ഷ പല ഹദീസുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിലേക്ക് വരാം. ഗർഭിണിയായ സ്ത്രീ നബിയോടൊന്ന് പറഞ്ഞു, ഞാൻ ഗർഭം ധരിച്ചിട്ടുണ്ട്, അത് വ്യഭിചരിച്ചത് കൊണ്ടാണ്. നബി പറഞ്ഞു, നിങ്ങൾ പോയി പ്രസവിച്ചിട്ട് വരൂ. അദ്ദേഹത്തിൻ്റെ കാരുണ്യം അവിടെയാണ്. നബിയെ നമ്മൾ പുകഴ്ത്തി പറയാവുന്ന ഇസ്ലാമിസ്റ്റുകളുടെ രീതിയെ, വഴിയെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാനല്ല, മുഹമ്മദ് ബിൻ സൽമാൻ പ്രസവിച്ച് കുട്ടിയുമായി വന്നു. എന്നിട്ട് നബി പറഞ്ഞു, ആ കുട്ടി മുലയൂട്ടൽ തീരുന്നത് 2 വർഷക്കാലം കഴിച്ചു വരും. 2 വർഷം കാലം കഴിഞ്ഞ് അവർ തിരിച്ചു. ആ വിശ്വാസത്തിൻ്റെ രൂഢമൂലെന്ന് നോക്കണം. അപ്പം നബി പറഞ്ഞു, നിങ്ങളെ ഇപ്പോൾ കൊല്ലുകയാണെങ്കിൽ, കല്ലെറിഞ്ഞ് കൊല്ലുകയാണെങ്കിൽ ഈ കുട്ടി അനാഥനായി പോകും എന്ന് മാത്രമല്ല, സംരക്ഷിക്കാൻ ആളില്ലാതെ ആ കുട്ടിയുടെ ഭാവി ഇരുളടഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾ കുറേ വർഷം ഈ കുട്ടിയെ സംരക്ഷിക്കൂ, പിന്നീട് വരൂ. കുറേ കഴിഞ്ഞ് കുട്ടി വളർന്നു. ആ സ്ത്രീ വന്നപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അതായത് അള്ളാഹുവിനോട് എനിക്ക് മാപ്പ് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ. അദ്ദേഹം ആ സ്ത്രീയെ യഥാർത്ഥത്തിൽ ഈ
അന്ന് നിലനിൽക്കുന്ന കല്ലെറിഞ്ഞു കൊല്ലലിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് മാത്രമല്ല, ഖുർആൻ പറഞ്ഞ ചാട്ടവാർ പ്രയോഗം പോലും നടത്തിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഉമർ വന്നിട്ട് ഖുർആനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത് പറഞ്ഞപ്പോൾ, അതാണ് അദ്ദേഹം ഈ 2:24 ഖുർആനുമായി യോജിച്ചു പോകാത്തത് കൊണ്ട്, അതായത് കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള ആ കാടൻ ശിക്ഷാ സമ്പ്രദായം ഖുർആൻ പറഞ്ഞിട്ടുള്ളതോ 100 ചാട്ടവാർ അടിക്കുക എന്നുള്ളത്, അത് തൽക്കാലത്തേക്ക് മതി എന്നെങ്കിലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഡിലമ്മയാണ്, ഗതികേടാണ് എന്ന് പറയാതിരിക്കാൻ. ഇതിൻ്റെയൊക്കെ സിംസാറുൽ ഹക്ക് ഹുദവി ഒരു കഥ പറഞ്ഞത് ഞാൻ മിനിയാന്ന് കേട്ടു. അതായത് ഇതുപോലെ മായിദ് ഇബ്നു മാലിക് എന്നൊരു സഹാബി നബിയോട് വന്ന് പറഞ്ഞു, ബുഹാരി റിപ്പോർട്ട് ചെയ്തതാണ്, ഞാൻ വ്യഭിചരിച്ചു. അപ്പം ഇസ്ലാമിക നിയമമുണ്ട്, ഒരു ശിക്ഷയ്ക്ക്, ഒരു കുറ്റത്തിന് ഈ ലോകത്ത് ശിക്ഷ കിട്ടുമെങ്കിൽ പിന്നീട് പരലോകത്ത് അതിന്മേൽ ശിക്ഷിക്കില്ല അല്ലാഹു മുസ്ലിമിനെ. അതുകൊണ്ട് നബിയെ എനിക്ക് ശിക്ഷ തരിക. നബി അവനോട് പോകാൻ പറഞ്ഞു. അവന് കിറുക്കുണ്ടോയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അവന് പല ഘട്ടങ്ങളിലായി അവൻ മദ്യപിച്ചിട്ടോ എന്ന് നോക്കി, ഒന്നുമല്ല, സ്വബോധത്തോടു കൂടി മരണം വരിക്കാൻ തന്നെ അയാൾ തയ്യാറായി വന്നതാണ്. അവസാനം നബി അയാളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. ആരെ? മായിദ് ഇബ്നു മാലിക്. ഇത്തരത്തിൽ സൽമാൻ രാജാവ് കൊണ്ടുവരുന്ന പുരോഗമന വഴിയെ തടയുന്ന ഉസ്താദന്മാരുടെ വിഹാര കേന്ദ്രമാണ് മലയാള മുസ്ലിം രംഗത്തെ അപ്പോളജിസ്റ്റുകൾ മൈക്ക് വെച്ച് കെട്ടി പ്രഘോഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 4 സാക്ഷികൾ കൂടി വേണമല്ലോ. ഇനി നമുക്ക് വഹാബിസത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ സൗദി കുടുംബത്തെ 400 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബത്തെ മതവും ഭരണവുമായി സന്ധി ചെയ്യാൻ പ്രേരിപ്പിച്ച് സഹായിച്ച ആളാണ് വഹാബ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ വഹാബിസം കയറ്റി അയച്ച് നമ്മുടെ സലഫികൾ, മുജാഹിദുകൾ, ജമാഅത്ത് അല്ല ഇതിൻ്റെ കീഴിൽ വരും കേട്ടോ, വഹാബിസത്തിൻ്റെ കീഴിൽ വരും. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം, ഭരണവും മതവും 2 അല്ല 1 അള്ളാഹുവിൻ്റെ ഭരണം വരുന്നത് വരെ എന്ന് പറയുന്ന രീതിയിലുള്ള. മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത്, വഹാബ് ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അതായത് സലഫികളെയും മുജാഹിദുകളെയും വഹാബികളെയും വഹാബ് എന്ന മഹാവിദ്വാൻ തള്ളിക്കളയും എന്നാണ്. വഹാബിസത്തെ ഇതിൽ പരം കളിയാക്കാൻ, വഹാബിനെ രക്ഷിച്ചെടുത്തുകൊണ്ട് ഇന്ന് ആഞ്ഞാടി രംഗം തിമിർക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ മണ്ടയ്ക്കുള്ള അടിയാണ് വഹാബിസം, മൗദൂദിസം, സലഫിസം ഒക്കെ. അതിൻ്റെ പ്രോക്താവ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിഷ്കരണം തള്ളിക്കളയും എന്നു പറയുന്നതിലൂടെ. മാത്രമല്ല അദ്ദേഹം ഒരു വാക്ക് കൂടെ വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടെ പറയുന്നു. അള്ളാഹുവും മനുഷ്യരും തമ്മിൽ ഇങ്ങനെ പ്രോക്താക്കളുടെ ആവശ്യമില്ല. ഒരാൾ വഹാബിനെ പോലുള്ള ഒരാൾ അവസാന വാക്കല്ല. ഖുർആനെ നമുക്കിഷ്ടാനുസരണം ന്യായപരമായി പ്രമാണബന്ധിതമായി വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്ന മറ്റ് ലോകം മുസ്ലിം ജനതയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിം വിമർശകർ ഇത് മാറ്റി തിരുത്തി വായിക്കൂ, ജനോപകാരപ്രദമായി ആധുനികതയെ ഉൾക്കൊണ്ട് വായിക്കൂ എന്ന് പറയുന്നതിൻ്റെ അതേ രീതി പിന്തുടർന്നുകൊണ്ട് ഖുർആന്റെ വ്യാഖ്യാനം എപ്പോൾ വേണമെങ്കിലും ആകാം വഹാബിസത്തിൽ കൊണ്ട് കെട്ടിത്തഴച്ച് ഇതിനെ നിങ്ങൾ ചീത്തയാക്കരുത് എന്ന് പറയുന്ന ഈ മുഹമ്മദ് ബിൻ സൽമാനെ ഒന്ന് പ്രശംസിക്കാതിരിക്കാൻ, ആ സമൂഹത്തിൽ മുമ്പ് ജനിച്ചുപോയ ആളെന്ന നിലയ്ക്കും അതിൻ്റെ പോരായ്മകളെ വിമർശിക്കുന്നു എന്നൊരാളെന്ന നിലയ്ക്കും എനിക്ക് സന്തോഷിക്കാതിരിക്കാനും അഭിനന്ദിക്കാതിരിക്കാനും ആവില്ല എന്നുള്ള കാര്യമാണ്. ഇനി മുഹമ്മദ് H. ഫദേൽ
അദ്ദേഹം വളരെ പ്രസിദ്ധനായ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ വഹാബിസത്തിൻ്റെ കുഴപ്പം ബുക്കിൽ നിന്നുള്ള വ്യതിചലനം, ഖുർആനിൽ നിന്നുള്ള വ്യതിചലനം വിശ്വാസരാഹിത്യത്തിലേക്ക് നയിക്കും എന്നതാണ്. മാത്രമല്ല അത് പഠിച്ച് ബുക്കിലേക്ക് മടങ്ങിപ്പോകും. ഇപ്പം സൽമാൻ രാജാവും പറയുന്നത് ബുക്കിലേക്ക് മടങ്ങൂ എന്നാണ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. വളരെ സ്പീഡിൽ ഓടിയിട്ടേ പൊങ്ങാൻ പറ്റുള്ളൂ, അല്ലേ? പൊങ്ങണമെങ്കിൽ അപ്പോൾ വളരെ സ്പീഡിൽ ഓട്ടമാണെന്ന് ഞാൻ കാണുന്നുള്ളൂ. പൊങ്ങും പൊക്കും അദ്ദേഹത്തിൻ്റെ അനുയായികളും പറ്റുവരും. അത് അവിശ്വസിക്കുന്നവരെ എതിർക്കാൻ പറയും. അവിടെയാണ് ഈ ജിഹാദിൻ്റെ തുടക്കത്തെ, അല്ലെങ്കിൽ ഇന്ന് ആധുനിക ലോകം അനുഭവിക്കുന്ന ജിഹാദത്തിൻ്റെ ഇത് ലോക ജനതയ്ക്ക് മുസ്ലിങ്ങളുടെ എതിർപ്പിന് കാരണമായി തീരും എന്നുള്ളത് കൊണ്ട് ഇതിന് മാറ്റത്തെ സ്വാഗതം ചെയ്യാതിരിക്കാനാവില്ല എന്നാണ് മുഹമ്മദ് ഹജ് ഫദേൽ എന്ന ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഈ വിഷയത്തിലെ പ്രഗത്ഭൻ പറയുന്നത്. ഇനി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഖുർആൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞു, വഹാബിസ് തള്ളിക്കളഞ്ഞു, 90% ഹദീസുകളിൽ അട്ടത്ത് വെച്ചു. എന്തിനായത്? മോഡേണൈസേഷൻ, വെസ്റ്റുമായി ഒത്തുപോകാനുള്ള അഭിനയ ലോകത്തിൻ്റെ താല്പര്യ സംരക്ഷണാർത്ഥം തന്നെയാണ്. അത് നിൽക്കക്കള്ളിയില്ലാതെ എടുത്താലും ശരി, ബോധപൂർവം എടുത്താലും ശരി. അത്തരത്തിൽ ഒന്ന് അദ്ദേഹം പറയുന്നത്, ഈ രാജ്യത്തെ എഡ്യൂക്കേഷൻ്റെ ഒരു സെൻട്രലാക്കി ഞാൻ മാറ്റും. പരിണാമ സിദ്ധാന്തം വരെയുള്ള നൂതനമായ എല്ലാ രംഗങ്ങളിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സർവ്വവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്ന 10 സർവകലാശാലകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തും. ആധുനിക വിദ്യാഭ്യാസം കടന്നു വന്നാൽ യു ഓപ്പൺ ദ ഡോർ. അത് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഗുണം ചെയ്യാതിരിക്കില്ല. അതുപോലെ പെട്രോൾ ഡോളർ അവസാനിച്ചു വരികയാണ്. വളരെ ബുദ്ധിപൂർവ്വം വിഭാവനം ചെയ്തുകൊണ്ട് ആ വ്യവസായത്തിൽ നിന്നുള്ള മോചനവും പകരം ആധുനിക ലോകം കാഴ്ചവെക്കുന്ന വ്യവസായത്തെ പുൽകാനുള്ള ആ രാജ്യത്തിൻ്റെ പരമോന്നതമായ പുരോഗതിയെ മനസ്സിൽ കണ്ടു. അത് വിശ്വാസപരമല്ലെന്നേ. ഇത്തരം ആ പുരോഗമനാത്മകമായ നിലപാടുകൾക്ക് തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ അദ്ദേഹം മറ്റു വ്യവസായങ്ങളിലേക്ക്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ, സൗദി അറേബ്യയെ മാഗ്നറ്റ് ഫോർ ദ ഓൾ വേൾഡ് ആക്കി മാറ്റും. വെരി ഗുഡ്. സെൻട്രൽ ഫോർ ടെക്നോളജി, സെൻട്രൽ ഫോർ എനർജി, സെൻട്രൽ ഫോർ ടൂറിസം. ടൂറിസം പ്രൊമോട്ട് ചെയ്യണം. ടൂറിസം പ്രൊമോട്ട് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യണം? നമ്മൾ UAE ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ എന്ത് ചെയ്തു? അവിടെ മദ്യത്തിന്മേലുള്ള നിയന്ത്രണം ഒരു പരിധിക്കെടുത്ത് കളഞ്ഞു. ബാറുകളിലും ഹോട്ടലുകളിലും മദ്യം വിളമ്പാമെന്നായി. ആദ്യം തദ്ദേശവാസികളായ മുസ്ലിങ്ങൾക്ക് പറ്റില്ലായിരുന്നു. അവിടെയും ശരി ഖുർആനാണ്. ഇദ്ദേഹം ടൂറിസം അവിടെ പറയുകയാണെങ്കിൽ ടൂറിസ്റ്റുകൾക്കെങ്കിലും മദ്യം വിളമ്പേണ്ട ഒരു കാര്യം വരുമോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ സംശയിച്ചാൽ അതിനുള്ള മറുപടി UAE, അബുദാബി തുടങ്ങിയ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ നൈറ്റ് ക്ലബ്ബുകൾ വരെ UAE ഉണ്ട് എന്നതാണ്. അതുപോലെ ഇന്ന് ഈ പെട്രോൾ കെമിക്കൽ ഡോളർ ഉണ്ടെങ്കിൽ തന്നെയും സൗദിയുടെ ആകെ തൊഴിലില്ലായ്മ 10 മുതൽ 15% വരെയാണ്. 2030 അതായത് അടുത്ത 15 വർഷം കൊണ്ട്, അടുത്ത 9 വർഷം കൊണ്ട് ഇത് ഇല്ലാതാക്കുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുമ്പോൾ 5000 രാജകുമാരന്മാരുണ്ട് സൗദിയിൽ ഇദ്ദേഹത്തെ കൂടെ. ഇവരൊക്കെ ചേർന്ന്, വഹാബികളൊക്കെ ചേർന്ന് ഇദ്ദേഹത്തെ തുരങ്കം വയ്ക്കുമോ, ഇദ്ദേഹത്തെ എന്ത് ചെയ്യുമോ എന്നുള്ള ആശങ്ക പുറം ലോകം പങ്കുവയ്ക്കാതിരിക്കില്ല എന്നുള്ള. അപ്പം അതുകൊണ്ട് ഇസ്ലാമും ഭരണവും ഒന്നാണെന്നുള്ള രീതിയിൽ നിന്ന് ഇസ്ലാമിനെ നയപരമായി, തന്ത്രപരമായി വിമർശനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ കൗശലത്തോടുകൂടി അട്ടത്ത് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം
വഹാബിസത്തെ തള്ളിപ്പറയാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അതുപോലെ ഫത്വകൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഇനി എന്ത് ശിക്ഷാ സമ്പ്രദായം നടപ്പിലാക്കണമെങ്കിലും അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടാകണം. ചില ഹദീസുകളെ അദ്ദേഹം ഇങ്ങെടുക്കുകയാണ്. അതായത് 2:24 ഉള്ളതിന് ന്യായീകരിക്കാൻ എടുത്തതുപോലെ ചിലത് മാത്രം 10% എന്ന നിലയ്ക്ക് ഇനി വരുന്ന ഫത്വകളൊക്കെ മനുഷ്യോപകാരപ്രദമായിരിക്കണം. മനുഷ്യനെ വിലക്കെടുത്തുകൊണ്ട് അവൻ്റെ വിചാര പ്രചോദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഖുർആനികമായി ഒത്തുപോകുന്ന തീരുമാനങ്ങളെ മാത്രമേ സൗദി ഭരണകൂടം ഇക്കാര്യത്തിൽ എടുക്കൂ എന്ന ഒരു നല്ല ഒരു തീരുമാനം കൂടി അദ്ദേഹം, ഇത് ആധുനികതയും ലോക വ്യാപാര മേഖലയിലുള്ള പ്രഗത്ഭരെയും ലോക ജനസംഖ്യയെ തന്നെ ലോകത്തെ മാഗ്നറ്റാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന് പിന്തുണ നൽകും എന്നുള്ളതിൽ ഈ ഖുർആനെ ഹദീസുകളെ തള്ളിപ്പറയുമ്പോൾ അദ്ദേഹം ഒരു പണ്ടാര ബോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ തിരിച്ചടിക്കുമെന്നുള്ളത് കണ്ടറിയണമെങ്കിൽ തന്നെയും ശുഭസൂചകമായ നേരത്തെ പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ അവിടുത്തെ ഏറ്റവും വലിയ ചീഫ് ഇമാം ഇനി ഖുർആനെ പിന്തുടരുമ്പോഴുള്ള കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് എളുപ്പം അവസാനിപ്പിക്കാം. ഖുർആൻ പലതുണ്ട്, അതിന് മാനുസ്ക്രിപ്റ്റ് ഇല്ല, ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ഇല്ല. ഏത് സ്വീകരിക്കും? ഖുർആനാണ് ലാസ്റ്റ്. ഏത് ഖുർആൻ? ഇനി ഇപ്പോൾ അദ്ദേഹത്തിന് ഖുർആൻ സ്വീകരിക്കാണ്ട് വരുമെങ്കിലും അത് സൗദി അറേബ്യ കുഫയിൽ നിന്ന് എഴുതപ്പെട്ട ആ ഖുർആനെയാണ്. ഹസൻ ഹദീസില്ലാതെ ഖുർആൻ നിലനിൽക്കും. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അവ്യക്തവും അടുക്കും ചിട്ടയുമില്ലാതെ അങ്ങിങ്ങായി പറഞ്ഞു പോകുന്ന കാര്യങ്ങളുടെ ബന്ധിതമായി അല്ലാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുടെ സമാഹാരമാണ് ഖുർആനെങ്കിൽ അതിന് വ്യാഖ്യാനം ഹദീസുകളോടുകൂടി വേണമെന്നുള്ള ഒരു പോരായ്മ നിലനിൽക്കുമ്പോഴാണ് MBS 30 തരം ഖിറാത്തുണ്ട്. അതിലാകെ വ്യത്യാസം 93,000 ഇതിനെ അദ്ദേഹം എങ്ങനെ വ്യാഖ്യാനിക്കും, ഇതിലേത് സ്വീകരിക്കും എന്നുള്ളത്. ഇനി നമുക്ക് 2:24 തിരിച്ചു വരികയാണെങ്കിൽ അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? 100 ചാട്ടവാറടി. ആധുനിക ലോകം സമ്മതിക്കും അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും അതിനെയും ശക്തിയുക്തം എതിർക്കേണ്ടതുണ്ട്, എതിർക്കപ്പെടും എന്നുള്ളത് കാണാതിരിക്കാൻ ആവില്ല. ഇനി കളവിന് പറയുന്നത് 5:38 മുതൽ 40 വരെ. കട്ടവൻ്റെ കൈ വെട്ടിക്കളയുക നടക്കൂ. വധശിക്ഷ വരെ എടുത്തു കളയാൻ ആലോചിക്കുന്ന ഒരു ആധുനിക പൊതുസമൂഹ ബോധത്തിൽ നിന്ന് അതുമായി ഒത്തുപോകാനായിട്ട് ആ ട്രെയിനെ ഈ എഞ്ചിനിൽ കൊണ്ട് ഘടിപ്പിക്കാൻ നിൽക്കുന്ന MBS ഖുർആനാണ് പ്രമാണ ഗ്രന്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതും സാധ്യമല്ലാത്ത അവസ്ഥയാണ്. 9-ാമത്തെ അധ്യായത്തിൽ 29 മുതൽ 35 വരെ വേദക്കാരിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാത്തവരും അള്ളാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയതിനെ നിഷിദ്ധമായി ഗണിക്കാത്തവരും സത്യദീനിനെ സ്വന്തം ദീനായി സ്വീകരിക്കാത്തവരും ആയ ആളുകളോട്, ആരാ? ജൂത ക്രൈസ്തവ വിഭാഗം, നിങ്ങൾ യുദ്ധം ചെയ്യുക. ജൂത ക്രൈസ്തവ വിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുകൂ എന്ന് പരസ്യമായി ഖുർആൻ 9:29-35 ആഹ്വാനം ചെയ്യുമ്പോൾ പറ്റുമോ? ഏത് രാജ്യവുമായിട്ടാണ് ഖുർആനെ അംഗീകരിക്കാത്തത് കൊണ്ട്, നബിയെ അംഗീകരിക്കാത്തത് കൊണ്ട്, അള്ളാഹുവിനെ ദൈവമായി കാണാത്തത് കൊണ്ട് സൗദി എന്നല്ല ഏത് രാജ്യത്തിന് യുദ്ധം ചെയ്യാനൊക്കും? അപ്പോൾ ആ ഹദീദുമായി എടുത്തിങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനെ വെള്ളപൂശിയെടുക്കാം. അങ്ങനെ വെള്ളപൂശുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഹദീസുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും കേൾവികളുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് ആ തായിഫ് എന്നുള്ളതൊക്കെ വന്നത്, തള്ളിക്കളയേണ്ടവ വന്നത്. ഖുർആനാകെ സ്ഫുടമല്ലാത്ത. ഇനി ഒരൊറ്റ വാക്കുകൂടെ നമുക്ക് നോക്കിക്കൊണ്ട്, ഒരു ആയത്തുകൂടെ നോക്കിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. 5-ാമത്തെ അധ്യായ
5 മുതൽ 6 വരെയുള്ള വാക്കിൽ പറയുന്നത്, അതുകൊണ്ട് യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ പിന്നിട്ടാൽ പിന്നെ നിങ്ങളുമായി കരാർ ലംഘിച്ച് ശത്രുക്കളുടെ ഭാഗം ചേർന്ന ബഹുദൈവ വിശ്വാസികളെ ഹറമിലോ പുറത്തോ എവിടെ കണ്ടാലും വധിച്ചുകൊള്ളുക, അവരെ ബന്ധിക്കുക, ഉപരോധിക്കുക, എല്ലാ മർമ്മസ്ഥാനങ്ങളിലും അവർക്കെതിരെ പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും മുറപ്രകാരം നിസ്കാരവും നോമ്പും അനുഷ്ഠിക്കുകയും ചെയ്യുമെങ്കിൽ അവരെ വിട്ടേക്കുക. അള്ളാഹു ഏറെ മാപ്പരുളുന്നവനും ദയാനിധിയുമാണ്. ബഹുദൈവ വിശ്വാസികൾ ഒരുവൻ നിങ്ങളോട് അഭയം തേടി വന്നാൽ ദേവീ വചനം കേൾക്കാൻ അവന് അഭയം നൽകേണ്ടതാണ്, മുസ്ലിമാകാൻ വേണ്ടിയിട്ട്. പിന്നീട് അവിടെ സുരക്ഷാ സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക. അവർ അറിവില്ലാത്ത ജനമായതിനാലാണ് ഈ വിധം പ്രവർത്തിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രയേലിനെതിരെ കൂട്ടുകൂടുന്ന രാജ്യങ്ങളെയൊക്കെ മുസ്ലിം ഭരണഘടനാ സിദ്ധാന്തം അനുസരിച്ച്, ഖുർആൻ അനുസരിച്ച്, ഞാൻ പറയണ്ടല്ലോ ബാക്കി, കൊല്ലുക, യുദ്ധം ചെയ്യുക. നടക്കുമോ? നടക്കില്ല. നടക്കാതാകുമ്പോൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന സുചിന്തിതമായ ആലോചനയാണ്, പുരോഗമന ആശയമാണ്, സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഇതിലൂടെ 130 കോടി ആളുകളുടെ ഭാവി ഭാഗധേയം നിശ്ചയിക്കാൻ MBS എന്ന ചരിത്ര പുരുഷൻ പടയങ്കി അണിഞ്ഞു കുതിരപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് സർവ്വവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആ ജനതയോട് സ്നേഹമുള്ളത് കൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.